എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ഒളിയമ്മ ഇവിടെ കാനഡയിലെ ഒരു മാളിൽ വന്നിരിക്കുകയാണ്. കാരിഫോർ മാളിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് വീട്ടിൽ നിന്ന് ബോറടിച്ച് കാരണം നമുക്കൊന്നൊരു മാളിൽ കറങ്ങാൻ പോകാമെന്ന് കരുതി. ഡൗൺ ഫ്ലോർ നമ്മൾ ഈ മാളിൽ കയറി ചെന്നപ്പോൾ എൻട്രൻസിൽ തന്നെ പല പല പൂക്കൾ, ഇപ്പോൾ സ്പ്രിങ് ആയാലും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഒറിജിനൽ പൂക്കളാണ് ഇത് മൊത്തം കാണാൻ. എല്ലാം നല്ല ഭംഗിയാണ്. എന്തുണ്ടെങ്കിലും അത് പൂക്കളാണ്, പൂക്കൾ കൊണ്ട് മാത്രം. ഇവിടെ നമ്മൾ കയറി ചെല്ലണം. അവിടെ തന്നെ ആ വിഷും പൗഡർ ഒരു ഇത് കാണണ്ട, ഒരു കുളം പോലെ കാണില്ലല്ലേ, അതിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പൈസ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കുമെന്നുള്ളതാണ് ഇവരുടെ ഒരു വിശ്വാസം. ഇല്ല, നോക്കിയ പൂക്കളിൻ്റെ അവിടെ ഒരു തവള ഇരിക്കുന്നതുണ്ട്. അത് ഇലകൾ മാത്രം കൊണ്ട് നിർമ്മിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഫ്ലവർ ഷോയ്ക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഇവിടെ അങ്ങനെയല്ല, എല്ലാം കണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഷോപ്പിലേക്ക് പോകാം. നമുക്ക് കുറച്ച് സൗമ്യക്ക് പെർഫ്യൂമും ക്ലോത്തും പിള്ളേർക്കൊക്കെ കൂടെ വാങ്ങാനായിട്ട്. സജി സൗമ്യയും കൂടെ പെർഫ്യൂം നോക്കാൻ പോയി. ഞാനും പിള്ളേരും കൂടെ ഇവിടെ അങ്ങനെ നിൽക്കുവാണ്. ഞങ്ങളിപ്പോൾ 1 മണിക്കൂർ അയാൾ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ഒരു ദിവസം എങ്കിലും വേണ്ടി വരും. ഞങ്ങളിനി ഇവിടെ നാളിൽ നിന്ന് തിരിച്ചു പോകും. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പോയി മസാല ദോശ കഴിക്കും. അതായത് ഇവിടെ നിന്നെങ്കിലും 9 മണി വരെ ഉള്ളതെന്നാ പറയണം മസാല ദോശയായിട്ടൊന്നും. നമ്മുടെ നാടിനെ പറ്റി പറയണതല്ല, സിഗ്നല്, കാർ, എന്ത് ഡ്രൈവിങ്ങിന്റെ റൂൾസ് എല്ലാം പാലിക്കണത് ഇവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ ഫൈനുണ്ട്, എല്ലാം. പിള്ളേര് മക്ഡൊണാൾഡ്സ് കണ്ടപ്പോൾ അവർക്ക് അവിടെ കയറണമെന്ന് പറഞ്ഞു. ആര്യയിലെത്തി. നമുക്കപ്പോൾ ഭക്ഷണത്തിൽ ഇവിടുത്തെ നമ്മുടെ ടേസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആര്യ കയറാൻ പോകണേ. നമ്മുടെ നാട്ടിലെ ആര്യസ് പോലെയൊക്കെയാണോ, നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണ. ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ നമുക്കറിയാം. നമ്മുടെ ആര്യസ് പോലെയാണോ അതോ ഇവിടുത്തെ ആര്യ? ഇത് ശ്രീലങ്കനാണ് ആര്യ അല്ലേ? എന്നാലും മലയാള ഫുഡാണെന്നാണ് പറയണത്. പിന്നെ മസാല ദോശ, ബട്ടർ ചിക്കൻ, നാൻ, മസാല ഷമ്മ. ബിരിയാണി. ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ബട്ടർ
നാന് ബട്ടർ ചിക്കൻ. നാനും ബട്ടർ ചിക്കനും, നാവിന് ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല ടീയും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് ഹാപ്പി ആണല്ലേ എല്ലാരും? അമ്മന്റെ അത്ര നല്ല ഞാൻ ഉണ്ടാക്കണ പോലെ നല്ല മസാല ദോശ അല്ലെന്നാ പറയില്ലേ. നാളെ ഭക്ഷണം കിട്ടിയാലും താവിനെന്ന് അറിയാതെ കൊണ്ടാണ് താവിത അങ്ങനെ പറഞ്ഞല്ലേ. ബിരിയാണി എന്താണ്? ചിക്കൻ ടിക്ക ബിരിയാണി. താവിത് ചിക്കൻ ടിക്ക ബിരിയാണിയാണ് ഓർഡർ ചെയ്തേ അല്ലേ? ചിക്കൻ ടിക്ക ബിരിയാണി. വീട്ടില് ഉറങ്ങി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.